രാജ്യത്തെ നടുക്കിയ UP ഇരട്ടക്കൊലക്കേസ്. ഗുണ്ടാത്തലവനും മുൻ MP-യുമായിരുന്ന ആതിഖ് അഹമ്മദിനെയും സഹോദരനെയും കൊലപ്പെടുത്തിയിട്ട് 5 ദിവസം പിന്നിടുന്നു. കൊലയാളി സംഘങ്ങൾ പിടിയിലായെങ്കിലും കൊലപാതകം ആസൂത്രണം ചെയ്തത് ആരെന്നടക്കമുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും പോലീസിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേസന്വേഷണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം കൊലപാതക രംഗം പുനരാവിഷ്കരിച്ചു. അതിന് മുന്നോടിയായി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമൊരുക്കിയിരുന്നു. സ്ഥലം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ ഷാഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധി. ഗുണ്ടാത്തലവനും മുൻ MP-യുമായ ആതിഖ് അഹമ്മദിനെയും സഹോദരനെയും ആശുപത്രിയിലേക്ക് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നു. വലിയ പോലീസ് ബന്ദോബസ്തിലാണ് നടപടികൾ. ഇരുവരും നടന്നു വരുമ്പോൾ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകർ, ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുന്ന ക്യാമറകൾ. മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന ഒരു വശത്ത് നിന്നവർ പെട്ടെന്ന് തോക്കെടുത്ത് ഇരുവരുടെ നേരെ നിറയൊഴിച്ചു. കൂട്ടം കൂടി നിന്നവർ പരിഭ്രാന്തരായി ചിതറിയോടി. താഴെ വീണ് കിടക്കുന്ന ആതിഖിന്റെയും സഹോദരൻ അഷ്റഫിന്റെയും നേർക്ക് വീണ്ടും അക്രമികൾ വെടിയുതിർത്തു. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന നടുക്കുന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുനരാവിഷ്കരിച്ചത്. കൊലപാതകം അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെയും ജുഡീഷ്യൽ കമ്മീഷന്റെയും നേതൃത്വത്തിലായിരുന്നു നടപടികൾ. കൊലപാതകം ആസൂത്രണം ചെയ്തത് ആരെന്നതടക്കമുള്ള നിരവധി ചോദ്യങ്ങൾ ഉയർന്നിരിക്കെയാണ് അന്വേഷണം ഊർജിതമാക്കിയത്. പ്രതികളായ ലൗലേഷ് തിവാരി, സണ്ണി സിംഗ്, അരുൺ മൗര്യ എന്നിവർ നിലവിൽ റിമാൻഡിലാണ്. ടെലിവിഷൻ ക്യാമറകൾക്കും ഡസൻ കണക്കിന് പോലീസുകാർക്ക് മുന്നിൽ കൊല നടത്തുന്നതിന് മുമ്പ് ഒരു ദിവസം മുഴുവൻ പ്രതികൾ പത്രപ്രവർത്തകരായി ട്രയൽ നോക്കിയിരുന്നു. ഇതിന് കൊലയാളികൾക്ക് പരിശീലനം ലഭിച്ചുവെന്നും പോലീസ് പറയുന്നു. ആതിഖ് അഹമ്മദിന്റെ മകൻ ആസാദും കൂട്ടാളിയും ഝാൻസിയിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട് ദിവസങ്ങൾക്കകമാണ് പ്രയാഗ്രാജ് സംഭവം. അതേസമയം ആതിഖ് അഹമ്മദിന്റെ ഭാര്യ ഷൈസ്ത പർവീണിന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് UP പോലീസ്. നിലവിൽ UP പോലീസിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഒന്നാമതാണ് ഈ 51കാരി. ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 50,000 രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.